അസ്സലാമു അലൈക്കും വിദ്യാർത്ഥിനികളെ നമ്മൾ ഈ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ കേരള സിലബസിൻ്റെ അറബിക്കിലെ ഒന്നാമത്തെ ഭാഗം അൽ വഹദത്തുൽ ഊല ഒന്നാമത്തെ ഭാഗത്തിലെ അൽ ബിഅത്തു സലീമത്തു ആരോഗ്യമുള്ള പ്രകൃതി എന്ന ടോപ്പിക്കിൽ ഒന്നാമത്തെ ലെസൺ ഖറിയത്തി എന്ന പാഠമാണ് പഠിക്കുന്നത്. പാഠത്തിലേക്ക് പോകാം. ഖറിയത്തി എൻ്റെ ഗ്രാമം, മൈ വില്ലേജ്. കാനത്ത് ഖറിയത്തി എൻ്റെ ഗ്രാമമായിരുന്നു, ജമീലത്തുൻ ഭംഗിയുള്ളതാണ്. ഫിൽ ഖറിയത്തി ഗ്രാമത്തിൽ, ബുയൂത്തുൻ വീടുകളുണ്ട്, കസീറത്തുൻ ധാരാളം, വഹദായിഖുൻ തോട്ടങ്ങളുണ്ട്, വാസിഅത്തുൻ വിശാലമായ, ഫീഹ അതിൽ, ജദാവിലുൻ തോടുകളുണ്ട്, നലീഫത്തുൻ വൃത്തിയുള്ള, വ ആബാറുൻ നക്കിയത്തുൻ ശുദ്ധമായ കിണറുകളുണ്ട്, വ ആബാറുൻ കിണറുകൾ, നക്കിയത്തുൻ ശുദ്ധമായ, യജിരി ഒഴുകുന്നു, നെഹ്റുൻ ഫി വസത്തിൽ ഖറിയത്തി മധ്യത്തിൽ, ഖറിയത്തി ഗ്രാമത്തിൻ്റെ മധ്യത്തിൽ പുഴ ഒഴുകുന്നു, തഷ്റബു മിൻഹു അതിൽ നിന്ന് കുടിക്കുന്നു, അൽ ഹയവാനാത്തു മൃഗങ്ങളും, വത്തുയൂറൻ പക്ഷികളും, വഖാനത്ത് ഫി ലഫത്തിൻ നഹരി പുഴയുടെ തീരത്ത്, അറാസുൻ കസീറത്തുൻ ധാരാളം ചെടികളുണ്ട്, അറാസുൻ ചെടികൾ, കസീറത്തുൻ ധാരാളം, വ അസ്ഹാറുൻ പൂക്കളുണ്ട്, ജമീലത്തുൻ ഭംഗിയുള്ള, വ അഷ്ജാറുൻ മരങ്ങളുണ്ട്, കബീറത്തുൻ വലിയ മരങ്ങളുണ്ട്, വ നബാത്താത്തുൻ സസ്യങ്ങളുണ്ട്, സഈറത്തുൻ ചെറിയ, യസ്തരീഹുൻ നാസു ജനങ്ങൾ വിശ്രമിക്കുന്നു, അലാ ലൊഫത്തിൻ നഹരി പുഴയുടെ തീരത്ത്, അലാ ലൊഫത്തിൻ നഹരി പുഴയുടെ തീരത്ത്, മസാഅൻ വൈകുന്നേരം, വഖാന ഹാദ മൻലറൻ ഈ കാഴ്ച, ജമീലൻ ഭംഗിയുള്ളതാണ്. അടുത്ത പേജ്. നുറാജി ഉൻ നുസ്സു അനുക്മിലു നമുക്ക് പാഠത്തിലേക്ക് മടങ്ങാം. അൽ മുഫ്രദു മുഫ്രദ് എന്നാൽ ഏകവചനം, അറബിയിൽ ഏകവചനത്തിന് മുഫ്രദ് എന്നും, അൽ ജംഉ ബഹുവചനം, മുഫ്രദ് എന്നാൽ ഏകവചനം, ജംഅ് ബഹുവചനം, ഒന്നിൽ കൂടുതൽ പറയുന്നതിനെയാണ് ജംഅ് എന്ന് പറയുന്നത്. ജദ്വലുൻ തോട്, ജദാവിലുൻ തോടുകൾ, ബിഇറുൻ കിണർ, ആബാറുൻ കിണറുകൾ, ഹദീഖത്തുൻ തോട്ടം, ഹദായിഖുൻ തോട്ടങ്ങൾ, ബൈത്തുൻ വീട്, ബുയൂത്തുൻ വീടുകൾ, സഹറുൻ പൂവ്, അസ്ഹാറുൻ പൂക്കൾ, അർസുൻ ചെടി, അഗ്റാസുൻ ചെടികൾ, ഷജറത്തുൻ മരം, അഷ്ജാറുൻ മരങ്ങൾ, ഹയവാനുൻ മൃഗം, ഹയവാനാത്തുൻ മൃഗങ്ങൾ, ത്വാഇറുൻ പക്ഷി, തുയൂറുൻ പക്ഷികൾ, നബാത്തുൻ ചെടി, നബാത്താത്തുൻ ചെടികൾ. അടുത്തത് നുറാജിവു നമുക്ക് മടങ്ങാം, അനസുൽ പാഠഭാഗത്തേക്ക്, വനുക്കമ്മിലു നമുക്ക് പൂർത്തിയാക്കാൽ, ജുംല വാചകങ്ങൾ, ബിൽ ഫേലിൽ മുനാസിബി യോജിപ്പിച്ച ഫീല് കൊണ്ട്, യോജിച്ച ഫീല് കൊണ്ട്, ഡാഷ് നെഹ്റും ഫി വസത്തിൽ ഖറിയത്തി ഗ്രാമത്തിൻ്റെ മധ്യത്തിൽ പുഴ, ഡാഷ് യജിരി ഒഴുകുന്നു, നെഹ്റുൻ ഫി വസത്തിൽ ഖറിയത്തി ഇപ്പോൾ നടക്കുന്നതായതിനാൽ ഫീലുൽ മുലാരി യജിരി ഒഴുകുന്നു, അൽ ഹയവാനാത്തു വത്തുയൂറു മിനൻ നഹരി പുഴയിൽ നിന്ന് മൃഗങ്ങളും പക്ഷികളും, ഡാഷ് എന്ത് ചെയ്യുന്നു, തഷ്റുബു കുടിക്കുന്നു, യസ്തരീഹു വിശ്രമിക്കുന്നു, അന്നാസു ജനങ്ങൾ, അലാ ലൊഫത്തിൻ നഹരി പുഴയുടെ തീരത്ത്. അടുത്തത്
നക്റഉ നമുക്ക് വായിക്കാം, വ നക്തുബു എന്നിട്ട് എഴുതാം. ഹാദാ നഹ്റുൻ ജമീലുൻ. ഉദാഹരണം, ഹാദിഹി ബിർഖത്തുൻ നലീഫത്തുൻ. അറബിയിൽ പുല്ലിംഗത്തിന് ഹാദ എന്നും സ്ത്രീലിംഗത്തിന് ഹാദിഹി എന്നും പറയും. ഇസ്മുൽ ഇഷാറ സൂചക പദങ്ങൾ പുല്ലിംഗത്തിന് ഹാദ എന്നും സ്ത്രീലിംഗത്തിന് ഹാദിഹി എന്നും പറയും. ഉദാഹരണം നോക്കാം, നമുക്ക് എഴുതാം. ഹാദാ നഹ്റുൻ ജമീലുൻ, ഹാദാ ബൈത്തുൻ നലീഫുൻ, ഹാദാ ജദ്വലുൻ ജമീലുൻ, ഹാദിഹി ബിർഖത്തുൻ നലീഫത്തുൻ, ഹാദിഹി ഹദീഖത്തുൻ ജമീലത്തുൻ, ഹാദിഹി ഷജറത്തുൻ കബീറത്തുൻ. ഇത് പുല്ലിംഗം, ഇത് സ്ത്രീലിംഗം. ഇനി അടുത്തത് നക്തുബു നമുക്ക് എഴുതാം. ബയാനൻ ബസീത്തൻ അനിൽ ഹദീഖത്തി. വിശദമായിക്കൊണ്ട് ഹദീഖത്തി പൂന്തോട്ടത്തിനെ കുറിച്ച് നമുക്ക് എഴുതാം. ഹാദിഹി ഹദീഖത്തുൻ ജമീലത്തുൻ. ഈ പൂന്തോട്ടം വളരെ ഭംഗിയുള്ളതാണ്. ഫിൽ ഹദീഖത്തി പൂന്തോട്ടത്തിൽ, അറാസുൻ കസീറത്തുൻ ധാരാളം ചെടികളുണ്ട്, വ അസ്ഹാറുൻ ജമീലത്തുൻ ധാരാളം ഭംഗിയുള്ള പൂക്കളുണ്ട്, വൽ ഫറാഷാത്തുൻ ജമീലത്തുൻ പൂമ്പാറ്റകൾ ഭംഗിയുള്ള പൂമ്പാറ്റകളുണ്ട്, വ നബാത്താത്തുൻ സ്വഈറത്തുൻ ചെറിയ ചെടികളുണ്ട്, സസ്യങ്ങളുണ്ട്, വ അഷ്ജാറുൻ കബീറത്തുൻ വലിയ മരങ്ങളുണ്ട്, വ ജദ്വലുൻ നലീഫത്തുൻ ചെറിയ തോടുണ്ട്, വൃത്തിയുള്ള ഒരു തോടുണ്ട്, ഫിൽ ജദ്വലി തോട്ടിൽ ലിഫ്തിയത്തുൻ തവളയുണ്ട്, യജ്ലിസു ഇരിക്കുന്നു, അത്തുയൂറ പക്ഷികൾ, അലൽ അസ്ജാരി മരത്തിന് മുകളിൽ. If you like this video, please like and share, subscribe our channel. Thank you for watching.